സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി കേവലം 3 മാസം മാത്രം. അടുത്ത മാസം ബജറ്റ് അവതരിപ്പിക്കുകയും വേണം. ഖജനാവിലാണെങ്കിൽ നയാ പൈസയുമില്ല. എടുക്കാനുള്ളതും അതിനപ്പുറവും കടവും എടുത്ത് കഴിഞ്ഞിട്ടും ഒന്നും തികഞ്ഞിട്ടുമില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അത് തന്നെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ കേന്ദ്രത്തിന് നേരെ സത്യാഗ്രഹ സമരം. ഇങ്ങനെ ആളുകളെ വിഡ്ഢികളാക്കാൻ സഖാക്കളെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ഈ സത്യാഗ്രഹ നാടകത്തിന്റെ കാരണങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ട്. അതിലെ വസ്തുതകളും കള്ളത്തരങ്ങളും കുറിച്ച് പഴയ കഥകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലല്ല, പകരം പിണറായി വിജയൻ എന്ന വ്യക്തിഗത പേജിൽ ആണ് ഈ കഥകൾ വിവരിക്കുന്നത്. ഔദ്യോഗിക പേജിൽ എല്ലാ കഥകൾ പറഞ്ഞാൽ പണിയാവുമെന്ന് തോന്നിയിട്ടാണോ എന്തോ നുണയും പ്രചരിപ്പിക്കാവുന്ന സ്വന്തം പേജില് ഈ സമര കാരണങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും നമുക്ക് സമരത്തിന്റെ കാരണങ്ങളിലേക്ക് തന്നെ പോകാം. ജനക്ഷേമവും വികസനവും വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തലും ഒക്കെയായി മുന്നോട്ടു പോകുന്ന LDF സർക്കാരിന്റെ വികസന മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തി സർക്കാരിനെയും നാടിനെയും ശ്വാസം മുട്ടിക്കുവാൻ കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നതാണ് പ്രധാന പരാതി. ഇനി ഈ ഉപരോധങ്ങൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ട് നിർത്തുന്നുണ്ട് മുഖ്യമന്ത്രി. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോയ നികുതിയുടെ പങ്കോ, നമുക്ക് ലഭിക്കേണ്ട പദ്ധതി വിഹിതമോ, നമ്മുടെ സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം തടഞ്ഞു വെച്ചിരിക്കുന്നതോ ഒക്കെ ആണോ എന്ന് അറിയണമല്ലോ. ഒന്നാമത്തേത്, ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ 3 മാസത്തേക്ക് ലഭിക്കേണ്ട 12,000 കോടി രൂപയുടെ വായ്പാ അനുമതിയിൽ 5,900 കോടി രൂപ വെട്ടിക്കുറച്ചു എന്നുമുണ്ട്. അതായത് കടത്തിൽ മുങ്ങി നിൽക്കുന്ന സർക്കാരിന്റെ പരിധിക്ക് മുകളിൽ കടമായപ്പോൾ കൂടുതൽ കടമെടുപ്പ് പറ്റില്ലെന്ന് പറഞ്ഞു. കടമെടുത്ത് മുടിഞ്ഞ ശേഷം ഗർഭനിരോധന ഉറകൾക്ക് നികുതി കുറയ്ക്കുവാൻ പോലും അന്താരാഷ്ട്ര നാണയനിധിയുടെ അനുമതിക്ക് കാക്കേണ്ടി വരുന്ന പാകിസ്ഥാന്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴാണ് കടമെടുക്കുവാനുള്ള അനുമതി വെട്ടിക്കുറച്ചതിന് സമരം ചെയ്യുന്നത്. വെട്ടിക്കുറച്ചതിന് കൃത്യമായിട്ടുള്ള കാരണവുമുണ്ട്. മാത്രമല്ല, ഇവരുടെ സമരത്തിന്റെ ആവേശം കാണുമ്പോൾ കടം കൊടുത്തത് തിരിച്ചു തരാത്തതിനുള്ള സമരമാണെന്നാണ് പലർക്കും തോന്നുക. ഇനി രണ്ടാമത്തേതോ, അതും കടം തന്നെ. ബജറ്റിന് പുറത്ത് എടുത്ത വായ്പകളുടെ പേര് പറഞ്ഞ് ഈ വർഷം 17,000 കോടി രൂപയുടെ കടമെടുപ്പ് പരിധി കുറച്ചിരിക്കുന്നു. അതും ഉപരോധമാണ്. എങ്ങനുണ്ട്? 10 വർഷം മുൻപ് അധികാരത്തിൽ വരുമ്പോൾ അതിനു മുമ്പത്തെ 60 കൊല്ലം ഭരിച്ച സർക്കാരുകൾ ആകെ വരുത്തിയ ബാധ്യത 1.5 ലക്ഷം കോടി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വെറും 10 കൊല്ലം കൊണ്ട് 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ച് 4.5 ലക്ഷം കോടി ആക്കിയിട്ടും ഇനിയും കടം തന്നെ ശരണമെന്നാണ് സർക്കാർ പറയുന്നത്. മൂന്നാമത്തേതാണ് അതിലും വലിയ തമാശ. ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുവാൻ കേരളം 6,000 കോടി രൂപ കൊടുത്തിരുന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ വലിയ നേട്ടമായി പോസ്റ്റർ അടിക്കുന്നതിൽ പൊതുമരാമത്ത് മന്ത്രി റിയാസും മുഖ്യനും മത്സരിച്ചിരുന്ന കാഴ്ച നമ്മൾ മറക്കാറായിട്ടില്ലല്ലോ. സത്യത്തിൽ ഏറ്റെടുക്കലിന്റെ 25% മാത്രമാണ് സംസ്ഥാനം മുടക്കുന്നത്. ബാക്കി 75%വും നിർമ്മാണത്തിന്റെ 100%വും ദേശീയപാത അതോറിറ്റി നടത്തുന്ന പണിയിലാണ് ഈ 8 കാലി മമ്മൂഞ്ഞ് കളിക്കാൻ ഇറങ്ങിയതെന്നും ഓർക്കണം. എന്നിട്ടിപ്പോൾ പറയുന്നത് ആ 6,000 കോടി കൊടുത്തതുകൊണ്ട് പകരം വേറെ 6,000 കോടി കടമെടുക്കാൻ അനുമതി നൽകണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അനുമതി കിട്ടിയില്ല എന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ മൂന്നാമത്തെ പോയിന്റും കടം തന്നെ. ഇനി നാലാമത്തേതും അഞ്ചാമത്തേതും IGST കുടിശ്ശികയുടെ കാര്യവും കേന്ദ്ര വിഹിതത്തിന്റെ ശതമാനം മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതിനെയും കുറിച്ചാണ്. അതിന് ഈ സമരം ഇവിടെ നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഈ ശതമാനമൊക്കെ ധനകാര്യ കമ്മീഷൻ കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി അനുവദിച്ചിട്ടുള്ളതാണ്. രാജ്യത്ത് ഏറ്റവും പുറകിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ നൽകേണ്ടി വരും. കാരണം അവരെ ഒഴിവാക്കിയല്ല, അവരെ കൂടി മുൻനിരയിലേക്ക് കൊണ്ടുവരാനാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടത്. കേരളത്തിലെ കാര്യമെടുത്താൽ പിന്നോക്ക ജില്ലകളായ ഇടുക്കി, വയനാട്, പിന്നെ അട്ടപ്പാടി ഉൾപ്പെടുന്ന മണ്ണാർക്കാട് താലൂക്ക് എന്നിവിടങ്ങളിൽ സർക്കാർ ധാരാളം വികസന പ്രവർത്തനങ്ങൾക്കായി തുക അനുവദിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നും സർക്കാരിന് നികുതി വരുമാനം വളരെ കുറവായിരിക്കും. എറണാകുളം ജില്ലയിൽ നിന്നും വരുമാനം വളരെ കൂടുതലും കാണും. അപ്പോൾ എറണാകുളം മാത്രം വികസിച്ചാൽ മതി, മറ്റു പിന്നോക്ക ജില്ലകളെ അങ്ങനെ തന്നെ പിന്നിലാക്കി നിർത്തണമെന്ന് പറയാനാവില്ലല്ലോ. ഒരു രാജ്യം എന്ന നിലയിൽ പരിഗണിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കും. അതിന് സമരം നടത്തിയിട്ട് കാര്യമില്ല. ഈ കാര്യമൊക്കെ പറഞ്ഞ് 2 കൊല്ലം മുൻപ് കിട്ടുവാനുള്ള 57,000 കോടി കിട്ടിയില്ല എന്ന പേരിൽ ഒരു കേസ് സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്നതല്ലേ. എന്നിട്ട് എന്തായി? 10 പൈസ അനുവദിക്കുവാൻ സുപ്രീം കോടതി പറഞ്ഞില്ലല്ലോ. ഇനി ആറാമത്തെ പോയിന്റ്, അതും നമ്മുടെ തുറുപ്പ് ചീട്ട് തന്നെ, കടം. സർക്കാർ വിവിധ സ്ഥാപനങ്ങൾ എടുത്ത കടങ്ങൾക്ക് ഗ്യാരണ്ടി നിന്നപ്പോൾ ആ തുക സർക്കാരിന്റെ കൂടി ബാധ്യതയായി കണക്കിലാക്കി 3,300 കോടി വായ്പ എടുക്കുവാനുള്ള പരിധിയിൽ നിന്നും കുറച്ചു എന്നതാണ് പറയുന്നത്.
ഇതും സർക്കാരിന്റെ വരുമാനമോ കടം കൊടുത്തത് കിട്ടാനോ ഉള്ള കാര്യമല്ല. 3 മാസം കൂടി കഴിഞ്ഞാൽ ഇറങ്ങുവാനുള്ള സർക്കാർ അവിടുത്തെ സർക്കാരുകൾക്ക് ഉണ്ടാക്കി വെക്കാനുള്ള കടബാധ്യത കൂട്ടാൻ അനുവദിക്കുന്നില്ല എന്ന പരാതിയാണ്. ഇനി അവസാനത്തെ പോയിന്റ്, കേന്ദ്ര വിഷ്കൃത പദ്ധതികളിലായിട്ട് 5784 കോടി രൂപ കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് സർക്കാരിന് ചിലവഴിക്കാനുള്ളതാണോ? അല്ല, അത് അതാത് പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ലഭിക്കാനുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് നയാ പൈസ അതിൽ നിന്നും കിട്ടില്ല. എങ്കിലും മൊത്തം കടം മാത്രം പറയുന്നതിനിടയിൽ ഒരു ഗുമ്മിന് വേണ്ടി കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. പിന്നെ സർക്കാരിന്റെ വരുമാനം വർദ്ധിച്ചതും വികസനം നടത്തിയതുമൊക്കെ ചെറുതുമായി വിവരിച്ചിട്ടുണ്ട് പോസ്റ്റില്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കടം മുക്കോളം മുട്ടിയത് മാത്രം മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ കടമെടുപ്പ് പരിധി കുറച്ചതിന്റെ കാരണം സിമ്പിളാണ്. കേരള സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കാവുന്ന കടമേ എടുക്കാനാവൂ. അതിൽ കൂടുതലെടുത്ത് ശ്രീലങ്കയും പാകിസ്ഥാനും ഒക്കെ പെട്ട പോലെ ആവാൻ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും സമ്മതിക്കില്ല. കാരണം സഖാക്കൾക്ക് കടമെടുത്ത് മുടിപ്പിച്ച് പിന്നെ കൂളായി ഇറങ്ങി സമരം ചെയ്താൽ മതി. പക്ഷേ ഉത്തരവാദിത്തമുള്ള സർക്കാരുകൾക്ക് അത് പറ്റില്ല. മുൻപ് കിഫ്ബിയുടെ പേരിൽ എടുത്ത കടം സർക്കാരിന്റെ കടമായി കാണരുത് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയിരുന്നതാണ്. പക്ഷേ ബജറ്റിൽ വരേണ്ട തുക കിഫ്ബി ലോണിലേക്ക് പോകുന്നതിനാൽ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി തന്നെ തളയതോടെ ആ ഡയലോഗ് ഇപ്പോൾ എടുത്തിടുന്നില്ല. ഇതൊരു സാധാരണ വ്യക്തിയുടെ കാര്യവുമായി തട്ടിച്ചു നോക്കിയാൽ ആർക്കും എളുപ്പം മനസ്സിലാവും. വരുമാനത്തിന്റെ പല മടങ്ങ് കടബാധ്യതയായാൽ പിന്നെ ഒരു ബാങ്കും കടം നൽകില്ല. പിന്നെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും ഒക്കെ പേരിൽ കടമെടുക്കാൻ നോക്കി എടുക്കാവുന്നതിന്റെ പരമാവധി എടുത്ത ശേഷം ആരും കടം തരുന്നില്ലേ എന്ന് പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യം? വരുമാനം വർദ്ധിക്കുകയും നിലവിലെ കടബാധ്യതകൾ കുറയ്ക്കുകയും ചെയ്താൽ പരിധി സ്വാഭാവികമായും കൂടും. അല്ലാതെ സമരം ചെയ്തിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാമെന്നല്ലാതെ മറ്റൊന്നും നടക്കാൻ പോകുന്നില്ല. കുറച്ചു നാളു മുൻപ് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്ന 57,000 കോടി കേന്ദ്രം തടഞ്ഞു വെച്ചെന്ന കള്ളക്കഥ പോലെ ഇതും പതിയെ ആളുകൾ മറക്കും. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഒരു ബജറ്റ് അവതരണത്തിന് മുൻപ് ഇങ്ങനെയൊരു സമരവുമായി സർക്കാർ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പാണ്, പ്രഖ്യാപിച്ച ഒരു ആനുകൂല്യവും നൽകുവാൻ സാധിക്കില്ല. അത് ഈ കാരണം പറഞ്ഞ് തടി കഴിച്ചിലാക്കാമെന്ന കുബുദ്ധി. പക്ഷേ ഇപ്പോൾ പഴയ പോലെ ഇത്തരം തള്ളുകളും നുണകളും ഒന്നും എത്ര ഏൽക്കില്ല. കാരണം വിവരങ്ങളും കണക്കുകളും ആരുടെയും വിരൽ തുമ്പിൽ തന്നെയുണ്ടല്ലോ.